ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിനോട് ടീം വിട്ടു പോകുമോ എന്ന ചോദ്യത്തിന് ചോദിച്ച ആശാന്റെ മറുപടിയും കൂടാതെ തന്നെ ഹ്യൂഗോ ബൗമസിനോടനുബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുമാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ചാനൽ 10K എന്ന വലിയൊരു മൈൽ സ്റ്റോണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് പരിഗണിക്കുക. ആദ്യം തന്നെ നമുക്ക് ഹ്യൂഗോ ബൗമസിന്റെ അപ്ഡേറ്റിലേക്ക് ഒന്ന് കടക്കാം. നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തങ്ങളുടെ സൂപ്പർ താരം ഹ്യൂഗോ ബൗമസിനെ സ്ക്വാഡിൽ നിന്നും പുറത്താക്കി പകരം ജോണി കഗോയെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത് ആരാധകരെ എല്ലാവരെയും വളരെ ഞെട്ടലിലാക്കിയിട്ടുണ്ട്. ISLലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായ ഹ്യൂഗോ ബൗമസിനെ എന്തുകൊണ്ട് സ്ക്വാഡിൽ നിന്ന് പുറത്താക്കി എന്ന കാര്യത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വിശദീകരണം നൽകാത്തത് മോഹൻ ബഗാന്റെ ആരാധകരിലും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 10ാം സീസണിൽ ഹ്യൂഗോ ബൗമസ് എന്ന ഈ ഒരു സൂപ്പർ താരത്തിന്റെ മികച്ച പ്രകടനങ്ങൾ ആരാധകർക്ക് കാണാൻ ആവില്ല എങ്കിലും ഈ ഒരു വിഷയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ ഒരു ചെറിയൊരു വകയുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള വക നൽകാനുള്ള കാരണം 3 വർഷങ്ങൾക്ക് മുമ്പ് മാർക്കസ് മർഗുലാവോ പങ്കുവെച്ച ഒരു ട്വീറ്റ് തന്നെയാണ്. മാർക്കസ് മർഗുലാവോയുടെ 2021 ട്വീറ്റ് ഇപ്രകാരമായിരുന്നു: കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഹ്യൂഗോ ബൗമസ് എന്ന സൂപ്പർ താരവുമായി ഗോവയുമായി ചർച്ചകൾ നടത്തിയെന്നും എന്നാൽ അവസാന സമയത്ത് മുംബൈ താരത്തെ സ്വന്തമാക്കിയെന്നുമായിരുന്നു മാർക്കസിന്റെ റിപ്പോർട്ട്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് പണ്ട് മുതൽ തന്നെ ഹ്യൂഗോ ബൗമസ് എന്ന ഈ ഒരു സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു ട്വീറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിലവിൽ ഏതായാലും ഹ്യൂഗോ ബൗമസ് ഫ്രീ ഏജന്റ് ആണ്. മോഹൻ ബഗാൻ താരത്തെ പുറത്താക്കിയ ഈ ഒരു സാഹചര്യത്തിൽ 3 വർഷം മുമ്പത്തെ താല്പര്യം ബ്ലാസ്റ്റേഴ്സ് കൂടി തട്ടിയെടുക്കുകയാണ് എങ്കിൽ ഹ്യൂഗോ ബൗമസ് എന്ന ഈ ഒരു സൂപ്പർ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഈ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗിലെ സീസണിൽ താരത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എങ്കിലും അടുത്ത ISL സീസണിൽ ബൗമസിനെ പോലുള്ള ഒരു സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മികച്ച മുന്നേറ്റം തന്നെയായിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് കടക്കാം. നിലവിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുഖ്യ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് ബ്ലാസ്റ്റേഴ്സ് വിടുമോ എന്നുള്ളത്. കാരണം സാധാരണ നിലയിൽ പരിശീലകന്മാർക്ക് 2 സീസണിൽ കിരീടം നേടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവരെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മാനേജ്മെന്റ് ഒഴിവാക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എല്ലാവർക്കും ഇവാൻ ആശാൻ പോകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുഖ്യ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിന്റെ ഒരു ഇന്റർവ്യൂ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു താങ്കൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിട്ടുപോകുമോ എന്നുള്ള ചോദ്യം. പക്ഷേ ആ ഒരു ചോദ്യത്തിന് ആശാൻ മറുപടിയായി നൽകിയിട്ടുള്ളത് ഏതൊരു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ആരാധകരെയും സന്തോഷിപ്പിക്കുന്നതാണ്. ആ ഒരു ചോദ്യത്തിന്റെ ആശാന്റെ മറുപടി ഇപ്രകാരമാണ്: ഇവിടെ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി എന്ന ക്ലബും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകരും നിലവിൽ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. കൂടാതെ ഇന്ത്യയിൽ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ പരിശീലകനായി തുടരാനും ബ്ലാസ്റ്റേഴ്സിനായി കിരീടം നേടാനുമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഇതിനായുള്ള കഠിന പരിശ്രമത്തിലാണ് ഞാനുള്ളത്. ഇക്കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം ആശാൻ ക്ലബ്ബ് വിടുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി നൽകിയിട്ടുള്ളത്. നിലവിൽ ഏതായാലും ഇവാൻ വുക്കോമാനോവിച്ച് എന്ന ഈ ഒരു പരിശീലകന് 2025 വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായി കോൺട്രാക്ട് ഉള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിന് ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് വിടാൻ ഒട്ടും തന്നെ ആഗ്രഹമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ ഇവാൻ വുക്കോമാനോവിച്ച് തുടരണം എന്നാണോ തുടരണ്ട എന്നാണോ നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.